സ്കൂൾ പഠനകാലത്തെ കുറച്ച് ഓർമ്മകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. കാലം എത്ര കഴിഞ്ഞാലും പണ്ട് പഠിച്ച ആ കാലത്തെ ഒരു ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടതാണല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്തുള്ള കുറച്ച് ഓർമ്മകളാണ് കേട്ടോ. ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഒരു നോട്ട് ബുക്കാണ് ഞാൻ പഠിച്ചിരുന്ന സമയത്തുള്ള. അപ്പോൾ അത് പിന്നെ വേറെയും കുറച്ച് ഡയറികളൊക്കെ ഉണ്ട്. ഇത് ഞാൻ സ്കൂളിൽ തുടങ്ങിയ സമയത്തുള്ള പഠിച്ചു തുടങ്ങുമ്പോഴുള്ള എൻ്റെ ഒരു കൈയക്ഷരം കേട്ടോ. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള മലയാളം സെക്കൻഡിലത്തെ ഒരു ഫസ്റ്റത്തെ ഒരു പാടുണ്ട്, അതിൻ്റെ ഒരു വർക്ക് തന്നു. അങ്ങനെ അതിൻ്റെ എഴുതിയാണ്. ഞാനാണെങ്കിൽ സ്കൂളിൽ 1, 2 ഒന്നും പഠിച്ചിട്ടില്ല. ഫസ്റ്റ് പഠിച്ചത് 6ാം ക്ലാസ് മുതലാണ്. അപ്പം അന്ന് ആദ്യമായിട്ടുള്ള ആ ഒരു എഴുത്തിൻ്റെ ഒരു രീതിയൊക്കെ ഇങ്ങനെയായിരുന്നു. തീരെ ചെറുതായിട്ടൊക്കെ എഴുതിയിട്ടുള്ള ഒരു രീതിയായിരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ മാറ്റം വന്നു. ഇതൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നുന്നു 7ാം ക്ലാസ്സിലെന്ന് തോന്നുന്നു ഈ ഒരു പരീക്ഷ ക്ലാസ് ടെസ്റ്റ് നടത്തിയതിൻ്റെ ഉത്തരക്കടലാസ്. അപ്പോൾ ആദ്യത്തെയും ഇതും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. കുറച്ചും കൂടി ഒരു വലിപ്പൊക്കെ വെച്ചിട്ടുണ്ടായി എഴുത്തിനൊക്കെ. അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു സ്കൂളിൽ പഠിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു അനുഭവമല്ല. നമുക്കൊരു എങ്ങനെയാണ് ഇതിൻ്റെ രീതി എങ്ങനെയാണെന്ന് അറിയില്ല. ഫസ്റ്റത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഇതൊക്കെ ആയിരുന്നു. ആദ്യമായിട്ട് പഠിക്കുകയാണ്. അങ്ങനെ ഈ സ്കൂളിലെ പഠിപ്പ് ക്ലാസ്സിൻ്റെ രീതിയൊക്കെ അങ്ങനെ എന്താ പറയുക, ഒരാദ്യത്തെ അനുഭവമായിരുന്നു. അപ്പോൾ മലയാളം സെക്കൻഡിൽ ഫസ്റ്റ് സ്വപ്നത്തിൻ്റെ അതിരുകളെന്ന് പറഞ്ഞിട്ടൊരു ബൈബിളത്തൊരു കഥയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ഇത്. അതിനെ ടീച്ചർ ആ പാഠത്തിനെ ഒരു പത്രവാർത്തയാക്കി എഴുതാൻ പറഞ്ഞു. 17 വയസ്സുകാരനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ് കൊല്ലാൻ സഹോദരന്മാരുടെ ശ്രമം. അത് പത്രവാർത്ത മോഡൽ എഴുതാൻ പറഞ്ഞ് അങ്ങനെ ഹോംവർക്ക് എന്നിട്ട് എഴുതിയതാണിത്. പിന്നെ ഇതെന്താ പാവപ്പെട്ട കൃഷ്ണമ്മ, അതെന്തിൻ്റെ ഓർമ്മയില്ല കേട്ടോ. പിന്നെ അപ്പോഴത്തെ കാർട്ടൂണിൻ്റെ ഒരു വർക്ക് പറഞ്ഞ് അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് അന്വേഷിച്ചെത്തിയ സഹായം, അത് 5ാമത്തെ പാഠമെന്ന് വെച്ചാൽ അത് എനിക്ക് ഓർമ്മ കിട്ടില്ല. അതൊക്കെ ഏതാണ് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഓർമ്മ കിട്ടില്ല. 2006 കഥയാണ് പറയുന്നത് കേട്ടോ. അതൊക്കെ ഇത്രയും കൊല്ലം കഴിഞ്ഞല്ലോ. പിന്നെ ഇത് കുറേ എനിക്കൊരു ചെറിയൊരു ഡിക്ഷണറി പോലത്തെ ഒരു ഇത് കിട്ടി. അപ്പോൾ അന്ന് ഇംഗ്ലീഷിൻ്റെ നോക്കാൻ മിക്ക വാക്കുകളൊന്നും അറിയില്ല. അപ്പോൾ അത് എഴുതി നോട്ട് ബുക്കിലൊക്കെ പകർത്തി എഴുതി പഠിക്കാൻ വേണ്ടി എഴുതിയതിൻ്റെ ഇതാണ് കാണുന്നത്. ഇംഗ്ലീഷ് വാക്കുകൾ, അതിൻ്റെ ഉച്ചാരണം, മലയാള ഉച്ചാരണം, പിന്നെ അതിൻ്റെ അർത്ഥമൊക്കെ. ഇത് പിന്നെ 10ാം ക്ലാസ്സിലെ നമ്മുടെ ഓട്ടോഗ്രാഫാട്ടോ. 10ൽ പഠിക്കുമ്പോൾ ഓട്ടോഗ്രാഫാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പേജ്. ഇത് എഴുതി തന്നത് ഞങ്ങൾ ബാക്ക് ബെഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരു ശ്രീമോൻ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അവനാണ് എഴുതി തന്നത്. അവന് നന്നായിട്ട് ഡിസൈൻ മോഡലൊക്കെ ഓരോ പേരെഴുതണതിനൊക്കെ നല്ല താല്പര്യവും കഴിവൊക്കെ ഉള്ള ആളാണ്. സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന ആളാണ്. ക്ലാസ്സിലെ മിക്ക പിള്ളേരും അവനെ കൊണ്ടാണ് ഇങ്ങനെ എഴുതിച്ചിരുന്നത് ആ സമയത്തൊക്കെ. ഇത് ഇർഷാദ് ഓവി, ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇത് ഷംസുദ്ദീൻ. കുറേ പേരുടെ ഇതുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ 6ാം ക്ലാസ്സിൽ പഠിച്ചെന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ്. അപ്പോൾ ആ സമയത്തുള്ള എനിക്ക് തോന്നുന്നു ഓണപരീക്ഷയുടെ ആണെന്ന് തോന്നുന്നു, അതോ ക്ലാസ് ടെസ്റ്റാണെന്ന് അറിയില്ല. ഒരു എക്സാമിൻ്റെ പേപ്പറാണ് ഇത്. എല്ലാം ഒരൊറ്റ പേജുള്ളൂ കേട്ടോ. ഒറ്റ പേജിന് ഒരു പുറമൊക്കെ അന്ന് എഴുതിയത്. കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടുള്ള പഠിപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒന്നും ഇതിൻ്റെ രീതികളൊന്നും അറിയില്ല ശരിക്കും. എന്താ പറയുക, ഇപ്പോൾ ഹിന്ദി പരീക്ഷ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് ഹിന്ദി ഭാഷ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ എഴുതും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ നമുക്കറിയില്ല, പിന്നെ നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പരീക്ഷ എഴുതും. അങ്ങനെയൊക്കെ അന്ന് ചിന്തിച്ചത്. അപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുള്ളതാണ്. ഇത് മലയാളം സെക്കൻഡ് മലയാളം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ എഴുതാൻ പഠിക്കാനൊക്കെ പറ്റുന്ന വിഷയമാണ്. ഇത് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ്. അന്നത്തെ മാർക്കൊക്കെ കാണുന്നത് 1350 13 അങ്ങനെ എന്താണ്ടൊക്കെയാണ്. പിന്നെ ഹിന്ദി, അതിൻ്റെ മാർക്ക് 1 മാർക്കോ 1.5 മാർക്കോ അങ്ങനെ എന്താണ് അന്ന് കിട്ടിയത് ആകെ എനിക്ക്. ഇതേതാണ്, സാമൂഹ്യ ശാസ്ത്രം. അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അത്യാവശ്യം അതിലെനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഈ നമ്മുടെ സിന്ധു നദീതട സംസ്കാരം അങ്ങനത്തെ അതൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ രാജാക്കന്മാരുടെ അതൊക്കെ ഉണ്ടല്ലോ, ചോള രാജാക്കന്മാർ, മൗര്യ രാജാക്കന്മാർ, അങ്ങനെ അവരെ പറ്റിയുള്ള ഒരു പഠിപ്പ് അത് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക്. എന്നുവെച്ചാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവണ ഒരു ഇതായിരുന്നു.
ഈ കണക്ക് പോലെയൊന്നുമല്ല. കണക്കും പിന്നെ വലിയ ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ കെമിസ്ട്രിയൊക്കെ തീരെ രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇത് ഏതാണ് സയൻസാണ് അല്ലേ? സയൻസും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം അത്ര ഇതല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഉള്ള വിഷയമായിരുന്നു അന്ന്. അതുപോലെ പിന്നെ മലയാളമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് സയൻസ് ആണെന്ന് തോന്നുന്നു. ഇത് പിന്നെ ഗണിതമാണ്. അത് പിന്നെ അന്നൊക്കെ വലിയ ടഫായിരുന്നു. നമുക്ക് ആകെ കിട്ടിയത് ഈ കോണ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു ത്രികോണം വരച്ചിട്ട് അതിനെ കോണ് കണ്ടുപിടിക്കുന്ന പോലത്തെ അങ്ങനത്തെ കണക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയായിരുന്നു നമുക്ക് ഒരു എളുപ്പമുണ്ടായിരുന്നത്, കിട്ടിയിരുന്നത്. സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ്സിലൊക്കെ തന്നെയായിരുന്നു അവസ്ഥ കേട്ടോ. ഈ പോളിനോമിയൽ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ വലിയ വലിയ കണക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ തുടക്കം ശ്രദ്ധിക്കും, പിന്നെ കൈവിട്ട് പോകും. അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഒരു ഓട്ടോഗ്രാഫാണ്. ഞാൻ 6, 7 ഒരു സ്കൂളിൽ പഠിച്ചത്. പിന്നെ 8 മുതൽ വേറെ സ്കൂളിലേക്ക് മാറി. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ഓട്ടോഗ്രാഫ് കേട്ടോ. വാങ്ങാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ എഴുത്തൊക്കെ ഞാൻ തന്നെയായിരുന്നു. അന്നത്തെ ഒരു കൗതുകത്തിനുണ്ടാക്കിയതാണ്. ഇത് സുനിത ടീച്ചർ, അതേത് ടീച്ചറാണെന്ന് ഓർമ്മയില്ല. ഇത് സിമ്മി ടീച്ചർ. ഇതൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അമൽജിത്ത് എൻ്റെ ക്ലാസ്സിലെ ചെക്കനാണ്. ഇത് സജീഷോ, നല്ല ഫേസ് ഒരു ഓർമ്മ കിട്ടില്ല. ഇത് ചഞ്ചൽ ടീച്ചർ ഏതോ വിഷയം മറന്നുപോയി. ആടത്തില എൻ്റെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നു. ആരിസ്. അതൊക്കെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളാണ് കേട്ടോ. സിന്ധു ടീച്ചർ ഉറുദു ടീച്ചറായിരുന്നു, എനിക്ക് പഠിപ്പിച്ചിട്ടില്ല. എന്നാലും എല്ലാ കുട്ടികൾക്കും നല്ല കാര്യമുള്ള ടീച്ചറായിരുന്നു കേട്ടോ. കൽപ്പന ടീച്ചർ, ഇത് ഞങ്ങളുടെ ഹിന്ദി ടീച്ചറായിരുന്നു കേട്ടോ. അത് പ്രത്യുഷ് മാഷ് ഇംഗ്ലീഷായിരുന്നു തോന്നുന്നു. പ്രത്യുഷ് മാഷ് എന്ന് പറയുമ്പോൾ ഈ ട്രെയിനിങ്ങിനൊക്കെ ഇടയ്ക്ക് വരാറുണ്ടല്ലോ മാഷന്മാരും ടീച്ചർമാരൊക്കെ, അങ്ങനെ വന്ന മാഷെന്നാണ് ഓർമ്മ. ഇത് വെച്ചാൽ അന്നിങ്ങനെ നമുക്കങ്ങനെ ഒരു ആഗ്രഹം തോന്നി, അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരും കൊണ്ട് എഴുതിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചത് കയ്യിൽ നിന്ന് പോയതാണ്. കാരണം പലതവണ ഒതുക്കലും ഇതൊക്കെ ഒന്ന് കുറച്ച് കൊല്ലം മുമ്പ് കിട്ടിയതാണ്. അങ്ങനെ കിട്ടിയപ്പോൾ എടുത്ത് വെച്ചു. പിന്നെ ഇത് ആദ്യത്തെ സമ്മാനമാണ്, ചിത്രം വരച്ചിട്ട് കിട്ടിയ ആദ്യത്തെ സമ്മാനമാണ്. ബാപ്പുവിൻ്റെ ജീവിതത്തിലൂടെ എന്നിട്ട് നമ്മുടെ ഗാന്ധിജിനെ പറ്റിയുള്ളൊരു പുസ്തകമാണ് കേട്ടോ. ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പങ്കെടുത്തിട്ട് കിട്ടിയതാണ്. വാട്ടർ കളറായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.